പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. നമ്മള് അബ്ജദ്, ഹവ്വസ്, ഹുത്തി, കലമൻ എന്ന് തുടങ്ങുന്ന 28 അക്ഷരങ്ങളുടെ ആശയങ്ങളും ആ അക്ഷരങ്ങൾ കൂട്ടി ഇപ്പൊ അലിഫ് എന്താണ്? തൈലീഫാണെന്ന് പറഞ്ഞു. ബ ബയാനാണെന്ന് പറഞ്ഞു. എന്നാൽ അബ് എന്താണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ആബ എന്ന് പറഞ്ഞ റജ അല്ലെങ്കിൽ ഈ ആദത്താണ്, റുജു മടക്കമാണ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ മടങ്ങേണ്ട മേഖല ഇബ്രാഹിം എന്ന ആ തലത്തിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് അബ്. അപ്പൊ ഒരാള് ഇബ്രാഹിം എന്ന തലത്തിലേക്ക് മടങ്ങുമ്പോൾ, ഇബ്രാഹിം എന്ന തലം ഏതാണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് മില്ലത്ത അബീക്കും ഇബ്രാഹിം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആസറിനെയല്ല അബാക്കേണ്ടത്, ഇബ്രാഹിമിനെയാണ് അബ്. അതിലേക്കാണ് നമ്മൾ റുജു ആകേണ്ടത്, മടങ്ങേണ്ടത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ സഹോദരങ്ങളെ, അലിഫ് എന്ന അക്ഷരം തൊട്ട് ഓയിന് എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന അബ്ജദ് എന്ന ഈ അക്ഷരമാല ക്രമങ്ങൾക്ക്, അക്ഷരമാലകൾക്ക്, ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ ആശയങ്ങളുണ്ട് എന്നാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ അവ ചേർത്ത് വെക്കുമ്പോഴും അതിന് ആശയങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ നോക്കൂ. ജദ്, ജാ, ജീമ് തജല്ലിയാണ്. ദാല് ദലാലാത്തുകളാണ്, ദലീലുകൾ, അതൊക്കെ നമ്മൾ വിശദീകരിച്ചു, ഇനി ആവർത്തിക്കുന്നില്ല. പക്ഷെ അത് അബ് ജദ് എന്ന് പറയുമ്പോൾ, ജദ്ദ എന്ന് പറയുന്നത് തജ്ദീദാണ്. തജ്ദീദുൽ മുസ്തമിറാണ്. നിരന്തരമായി നമ്മൾ നമ്മുടെ ജ്ഞാനങ്ങളെ പുതുക്കിക്കൊണ്ടിരിക്കലാണ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ഇബ്രാഹിം എന്ന അബിലേക്ക് നമ്മുടെ തിരിച്ചുപോക്ക്. 2, ജദ്ദ എന്ന് പറഞ്ഞാൽ പിന്നെ തെജ്ദീദാണ്. മദ്ദ, മദീദ്, കല്ല, കലീല് എന്നൊക്കെ പറയും പോലെയാണത്. ജദീദ് എന്ന് പറഞ്ഞാൽ ന്യൂ എന്നാണ്, പുതിയ എന്നാണ്. അപ്പൊ തെജ്ദീദാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. നമ്മുടെ ജ്ഞാനങ്ങളെ, അറിവുകളെ പുതുക്കിക്കൊണ്ടിരിക്കുകയും നമ്മൾ അന്വേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും ചിന്തയുടെയും ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുന്നതിൻ്റെയും ആ കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങളിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അബിലേക്ക് നമ്മൾ മടങ്ങുകയും, ഇത് രണ്ടും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് അബ്ജദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറയുന്നത് തആല ജദ്ദു റബ്ബിന മത്തഖദ സാഹിബത്തം വല വലദ എന്ന് പറയണം. അപ്പൊ നമ്മുടെ റബ്ബ് നമ്മെ തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ വൈജ്ഞാനികമായും സാംസ്കാരികമായും നമ്മളെ ഉയർത്തിക്കൊണ്ടു വന്നുകൊണ്ടേ ഇരിക്കുന്ന നമ്മുടെ റബ്ബ്, ആ റബ്ബ് നിരന്തരമായി വിജ്ഞാനങ്ങളെ, അറിവുകളെ പുതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, തജ്ദീദ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തആല അത് ഉന്നതമായിരിക്കും എന്നാണ്. അത് ഒലുവിലേക്ക്, അതാണ് തആല ജദ്ദു റബ്ബിന എന്ന് പറയുന്നത്. ഖുർആനിലെ ഒരു വചനാണ് അത്, തആല ജദ്ദു റബ്ബിന എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, അക്ഷരങ്ങൾക്കുമുണ്ട്, അവ ചേർന്നു വരുന്ന വാക്കുകൾക്കുമുണ്ട് ആശയം എന്നാണ് സൂചിപ്പിച്ചതിൻ്റെ രത്നചുരുക്കം. ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരക്ഷരം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ആ അക്ഷരത്തിന്റെ ആശയം അവിടെ ഇല്ല എന്നാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ മുസ്ഹഫിലൊരു വാക്കുണ്ട്, എന്നോട് ഒരിക്കലൊരു സുഹൃത്ത് ചോദിച്ചതാണത്. ഫമസ്താഉ
ഐ യൽഹറുഹു വമസ്തതാഉ ലഹു നഖബ എന്ന് പറയുന്നത് മുസ്ഹഫിലൊരു വചനാണ്. അപ്പൊ ഒന്നാമത്തതിൽ ഇസ്താഉ എന്നാണ്, അതിൽ ഒരു താ ഇല്ല. ഇത് കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനത്തെ അറിവുള്ള ആളുകൾ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പണ്ഡിതന്മാര്, മഹാന്മാരായ ജ്ഞാനികൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഫമസ്താഉ എന്ന് പറയുമ്പോൾ അവിടെ ഒരു താ കളഞ്ഞു. അതേ വചനത്തില് വമസ്തതാഉ എന്ന് പറയുമ്പോൾ ആ താവ് വന്നു. എന്താണ് അതിൽ ഈ താ അന്ന് പഠിക്കുന്ന കാലത്തും പിൽക്കാലഘട്ടത്തിലുമൊക്കെ അതിന് വ്യക്തമായ മറുപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേ പ്രയോഗം ഖുർആനിൽ പല സ്ഥലങ്ങളിലും പ്രയോഗിക്കുന്നുണ്ട്. ഈ താഴ് എഴുതിയതും അത് താഴ് ഇല്ലാതെ, അതായത് ബാബ് അലിഫ് ബാ താ എന്ന് പറയുന്ന ആ താ ആണ് ഒന്നാമത്തെ ഫമസ്താഉ. മറ്റേ ത്വാ ആണ്, ത്വാ എന്നുള്ള ആ ത്വാ ആണ്. അപ്പോ ഫമസ്താഉ എന്ന് പറയുന്നതിൽ അലിഫ് ബാ താ എന്ന് പറയുന്ന ആ തായിനെ കാണാതെ പോവുകയും, അതായത് അതിലില്ല, അത് എഴുത്തിലും ഇല്ല, അത് വായനയിലും ഇല്ല. എന്നാൽ അതേ വചനത്തിൽ വമസ്തതാഉ ലഹു നഖബ എന്ന് പറയുന്നത് തൻഖീബിന്റെ സ്ഥാനത്ത് ആ താവ് വരികയും ചെയ്യുന്നു. അപ്പൊ എന്താണ് നമ്മളതിൻ്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ വായനയിലേക്ക് വരുമ്പോൾ അതിന് ഉത്തരമുണ്ട്. നമ്മൾ പഴയ വായനയിലാണെങ്കിൽ പല ആളുകളും പല രീതിയിൽ അത് പറഞ്ഞു പോകുക എന്നല്ലാതെ വ്യക്തമായൊരു മറുപടി അതിന് ലഭിച്ചിരുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഈ അക്ഷരങ്ങൾ അതിൻ്റെ ആശയങ്ങളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്ന ഈ വായനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന് ഉത്തരങ്ങളുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നമുക്ക് ലുഹൂറായി കഴിഞ്ഞാൽ പിന്നെ താഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. താഗ് തൗലീദാണ്, തഹരീക്കാണ്, അത് ഇങ്ങനെ തത്വീറാണ്, തഹദീസാണ്. ഇതൊക്കെയാണ് തായിന്റെ പ്രയോഗങ്ങൾ നമ്മൾ പറഞ്ഞു. തൗലീദ്, അതിന് തായിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ. തൗലീദാണ്, തജ്മീ ആണ്, തഫ്ഈലാണ്, തഹരീക്കാണ്, തത്വീറാണ്, തഹദീസാണ്. ഇങ്ങനെ ഒക്കെയാണ് തായിന്റെ പ്രയോഗങ്ങൾക്ക് അർത്ഥം കൽപ്പിക്കുന്നത്. നമ്മൾ ഈ എന്ന അക്ഷരത്തിന്റെ ആശയം നമ്മൾ തൗലീദ് അതൊക്കെ അറബി വാക്കുകളാണ്. എൻ്റെ സഹോദരങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടല്ല. തൗലീദ് എന്ന് പറഞ്ഞാൽ പുതിയ അറിവുകൾക്ക് വിലാദത്തെ ജന്മം നൽകുക, തജ്മീ ജ്ഞാനങ്ങളെ ഒരുമിച്ച് ചേർക്കുക, തഫ്ഈൽ അത് പ്രവർത്തന നിരതമാക്കുക, തഹരീക്ക് നമ്മുടെ ഉള്ളിൽ ചലനാത്മകത ഉണ്ടാക്കുക, തത്വീർ അത് പുരോഗതിയിലേക്ക് കൊണ്ടുവരിക, തഹദീസ് അറിവുകളെ ഹദസ് പുതിയ അറിവുകളെ കണ്ടെത്തുക. ഇതൊക്കെയാണ് താവിൻ്റെ അർത്ഥ തലങ്ങളായിട്ട് വിശദീകരിക്കുന്നത്. അപ്പോൾ ഒരു ജ്ഞാനത്തെ ലുഹൂർ, അതാണ് ഫമസ്താഉ ഐ ലുഹറുഹു എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം ലുഹൂറായി കഴിഞ്ഞാൽ അതിന് താഴത്താണ്. പിന്നെ അതിൻ്റെ തൗലീദിന്റെ ആലിയത്ത് അവിടെ ആവശ്യമില്ല, തഹരീക്കിന്റെ ആവശ്യം. തൗലീദ് എന്ന് പറഞ്ഞാൽ വിലാദത്ത്, ജന്മം, അറിവുകൾക്ക്, പുതിയ അറിവുകൾക്ക് വിലാദത്ത് നൽകലാണ് തൗലീദ്. അപ്പൊ അതിന്റെ ആവശ്യം പിന്നെ ഇല്ല. നേരെ മറിച്ച് തൻഖീബ് നടത്തുമ്പോൾ ഇസ്തിതാഅ്, അവിടെ ആവശ്യമാണ്. അത്തരം ആ വ്യത്യാസം, ആ ലുഹൂറിന്റെ സമയത്ത് ആ തായിനെ കളയുന്നതും തൻഖീബിന്റെ സ്ഥാനത്ത് ആ തായിനെ കൊണ്ടുവരുന്നതും എന്ന് എൻ്റെ സഹോദരങ്ങളൊന്ന് മാറ്റം ശ്രദ്ധിച്ചു നോക്കുക. ഇങ്ങനെ ഓരോ പ്രയോഗങ്ങളും, ഇതിന് സൂക്ഷ്മമായി ഓരോ തലങ്ങളും നമ്മൾ സൂറത്ത് കഹ്ഫിലെ ഈ താവ് മാലം തസ്തത്തി അലൈഹി സബ്ര, തസ്തി അലൈഹി സബ്ര, അത് ഓരോരുത്ത് പിന്നെ താ ഉണ്ട്, പിന്നെ താ ഇല്ല, അതൊക്കെ അവിടെയൊക്കെ കാരണങ്ങൾ ഉണ്ട്. അപ്പൊ സബർ ഇല്ലാത്തിടത്തോളം കാലം, സബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് സബർ എന്നുള്ളത്. നമ്മൾ പറയുന്നത് മിണ്ടാതെ ക്ഷമിച്ച് സഹിച്ച് അങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നതല്ല സബർ എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ദാലിക തൗബീലു മാലം തസ്തി അലൈഹി സബ്ര എന്ന് പറയുമ്പോൾ ആ താ അവിടെ ഇഖ്തിഫ ആണ്. കാരണം സബർ ഇഖ്തിഫ ആയ നമ്മൾ സബർ എന്ന് പറഞ്ഞാൽ സബ്റുഇയാണ്, നമ്മുടെ
പുതിയ പുതിയ കാഴ്ചപ്പാടുകളുടെ ഒഴുക്ക് നമ്മളിൽ ഉണ്ടാകുന്നതാണ്. നിരന്തരമായ അന്വേഷണങ്ങളും നടക്കലാണ് സബർ. അത് ഇഖ്തിഫാവും മറഞ്ഞിരിക്കുമ്പോൾ പിന്നെ ഈ തൗലീദും തഹരീക്കും നടക്കൂല. എൻ്റെ സഹോദരങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് എനിക്കും നിങ്ങൾക്കുമൊക്കെ സബർ ഉണ്ടെങ്കിലേ നമ്മളിലെ താവ് വർക്കാവുള്ളൂ. ആ തസ്തത്യ എന്ന് പറയണതിൽ അവിടെ താവിനെ കളഞ്ഞിക്കുകയാണ്. അവിടെ താവ് ഇഖ്തിഫാ മറഞ്ഞു കിടക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മളെ സബർ ഇല്ല. സബർ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ റുഇയത്തിന്റെ സ്വബാണ് നടക്കേണ്ടത്. അതിൻ്റെ നിരന്തരമായി നമ്മുടെ കാഴ്ചപ്പാടുകളുടെയും നിരന്തരമായി അന്വേഷണങ്ങളുടെയും ഒഴുക്ക് നമ്മളിലേക്ക് നടക്കുമ്പോഴാണ് നമ്മളിൽ തൗലീദും തഫ്ഈലും തജ്മീഉം തഹരീക്കും തഹദീസും തത്വീറും ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ വിശദീകരിച്ചു. ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് കേൾക്കേണ്ടി വരും. ഇത് കുറച്ച് ഡീപ്പിലേക്ക് പോയ ക്ലാസ് ആണെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ തഹരീക്ക് നടക്കണമെങ്കിൽ, നമ്മളിലെ ഉള്ളിൽ ചലനങ്ങൾ നടക്കണമെങ്കിൽ, തൗലീദ് നമ്മളെ ഉള്ളിൽ ജ്ഞാനങ്ങളുടെ പുതിയ പുതിയ ജ്ഞാനങ്ങൾ ജന്മമെടുക്കണമെങ്കിൽ, തഫ്ഈൽ നമ്മളിൽ അത് പ്രവർത്തന നിരതമാകണമെങ്കിൽ, തത്വീർ പുരോഗതിയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ, തഹദീസ് നമ്മളിൽ ഹദസ് പുതിയ പുതിയ അറിവുകൾക്ക്, അതാണ് ഹദസ്. മിൻ ആയത്തിൻ മുഹദസിൻ എന്ന് പറയുന്നുണ്ടല്ലോ. ഏതൊരു മുഹദസായ ആയത്തും പുതിയ അറിവുകൾ തെളിവുകൾ വരുമ്പോഴും അവർ അതിനെ പിന്തിരിഞ്ഞു പോയി എന്ന് പറയുന്ന ആ തഹദീസ്, ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് പറയുന്നുണ്ടല്ലോ, ആ തഹദീസ് നടക്കുകയില്ല എപ്പോ? സബറില്ലെങ്കിൽ. അതുകൊണ്ടാണ് ആ തായിനെ അവിടെ ഇഖ്തിഫാ ആക്കി വെച്ചത്, മറച്ചു വെച്ചത്. സൂറത്ത് അൽ കഹ്ഫ് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ആ താവ് തസ്തത്തിയ എന്ന് പറയുമ്പോൾ താവ് വെളിപ്പെട്ട സമയമുണ്ട്, വെളിപ്പെടാത്ത സമയമുണ്ട്. ഇതും എൻ്റെ ഒരു സഹോദരൻ ഒരിക്കൽ എന്നോട് ചോദിച്ചിരുന്നു, മാഷെ അതൊന്ന് പറഞ്ഞു തരുന്നു. ഞാൻ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോ നമ്മള് ഈ അക്ഷരങ്ങളെ നമ്മൾ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ ആശയങ്ങളെ, അത് ആ അക്ഷരങ്ങൾ വെളിച്ചത്ത് വരാത്ത സന്ദർഭങ്ങളിൽ എന്തുകൊണ്ട്, അത് വരുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളത് വ്യക്തമായി അറിയണമെങ്കിൽ ഈ വായനയിലേക്ക് നമ്മൾ കടന്നു വരണം. അല്ലെങ്കിൽ അതവിടെ വെറുതെ വിട്ടതാണ്, അങ്ങനെയൊരു പ്രയോഗമുണ്ട് ഇങ്ങനെയൊരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞു പോകാമെന്നല്ലാതെ കൃത്യമായി അതിന് വിശദീകരണം കിട്ടാൻ കഴിയില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. അത് നമ്മൾ മുസാഫിന് നമ്മൾ വെറുതെ ഇതിങ്ങനെ ഉപരിപ്ലവമായിട്ട് അങ്ങനെ വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. ഇതാണ് ഞാനത് ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ മടിച്ചു നിൽക്കുന്നത്. ഇത് ഒരു സാധാരണ ആളുകൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാൻ കഴിയില്ല. അവർ ആഴത്തിലിരുന്ന് ചിലപ്പോൾ എൻ്റെ ക്ലാസ് 2 or 3 പ്രാവശ്യമൊക്കെ കേൾക്കേണ്ടി വരും. ഇതുപോലെ പല ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഒരു വാക്ക് ഇപ്പൊ നമ്മളിപ്പോ സൂറത്ത് കഹ്ഫിൽ തന്നെ അത് ഇപ്പൊ അടുത്ത് വായിച്ചത് കൊണ്ടാണ് അതിൽ നിന്ന് ഉദാഹരണങ്ങൾ പറയണത്. യജൂജ് മഅജൂജ് ദുൽഖർനൈനിയോട് ആവശ്യപ്പെടുന്നത് ശ്രദ്ധ എന്നാണ്. പക്ഷെ മറുപടി കൊടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് റദമുണ്ടാക്കി തരാന്നാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പിന്നെ പോകാം. ഇപ്പൊ വിശദീകരിച്ചാല് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ. അപ്പോൾ അവർ ആവശ്യപ്പെട്ടത്, അപ്പൊ ഇത്തരം മാറ്റങ്ങൾ വരെ നമ്മൾ വായിക്കുമ്പോൾ വെറുതെ അങ്ങോട്ട് വായിച്ചു പോയപ്പോൾ നമ്മളെ മുസാഫാണ് ഓതിപ്പോയാൽ അതിൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ അതിൽ ഓരോ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് അത് കൊടുക്കുന്ന ഉത്തരങ്ങൾ, അവിടെ വരുന്ന മാറ്റങ്ങൾ, അവിടെ വിട്ടുപോകുന്ന അക്ഷരങ്ങൾ, അവിടെ ആ അക്ഷരങ്ങൾ മറ്റു സ്ഥലത്ത് കടന്നു വരുന്നതിൻ്റെ കാരണങ്ങൾ, ഇതൊക്കെയാണ്. ഇപ്പൊ ഞാൻ ഒരക്ഷരം വിട്ടുപോയതിൻ്റെയും ഒരു വാക്ക് മാറ്റി പറഞ്ഞതിൻ്റെയും 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ സൂറത്തുൽ ബക്കറ മുതൽ സൂറത്തുൽ നാസ് വരെ അങ്ങോട്ട് വായിച്ചു പോയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതൊക്കെ നമ്മുടെ പഠനത്തിൽ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും.
അപ്പോ ഞാൻ സൂചിപ്പിച്ചത് അക്ഷരങ്ങൾക്ക് ആശയങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ചേർന്ന് വരുമ്പോൾ അതിന് ആശയങ്ങളുണ്ട്. ഇത് നാം മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളതിലേക്കൊരു സൂചന നൽകിയതാണ് ഇപ്പോൾ അബ്, ജദ്, ഹവ, ഹുവ എന്നുള്ളത് നമുക്കറിയാം. ഇത് രണ്ടും നടത്തുമ്പോഴാണ് ഒരാളിൽ ഹുവ, അവന്റെ ഹവയെ വിട്ട് അവൻ ഹുവയിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഫറായിത്ത മനിത്തഹദ ഹവാഹു ഇലാഹ്, ഹവയെ ഇലാഹാക്കിയ വ്യക്തി ഹുവയെ ഇലാഹാക്കാൻ അവന് വരണമെങ്കിൽ ഈ അബും ജദ്ദും അവനിൽ നടക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് അവനിൽ ഹുവ സുഹൂർ, ഹവ കഴിഞ്ഞിട്ട് സുഹൂറാണ്, അത് അവന് സഹൂറായിട്ട് സഹർ, അത് ഒരു സഹ്റത്ത് എന്ന് പറഞ്ഞ പൂവ്, അതൊരു പുഷ്പിതമായ അവസ്ഥയിലേക്ക് വെളിപ്പെടുന്ന അവസ്ഥയിലേക്ക് അവൻ്റെ ഉള്ളിൽ ദൈവികത, അതാണ് ഹുവ. കുൽ ഹുവല്ലാഹു, ഹുവയാണ് അള്ളാഹു. അത് കുറച്ച് അപ്പുറം പറയേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഹുവയിലേക്ക് അവന് എത്തിപ്പെടുക, അത് അവനിൽ വെളിപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും എന്നാണ്. നമ്മൾ അക്ഷരങ്ങൾ ആദ്യം പറഞ്ഞു. ആ അക്ഷരങ്ങൾ ഇപ്പോൾ അലിഫ് തൈലീഫാണ്, ബാഗ് ബയാനാണ്, ജീമ് തജല്ലിയാണ്, ദാഗ് ദലാലത്താണ്, ഹുവ തീഹാണ്, വാവ് ഇർത്തിക്കാവും ലുഹൂർ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചു. അബുജദ്, ഹവ്വസ്, ഇതുവരെ നമ്മൾ അതിൻ്റെ വാക്കുകളുടെയും പറഞ്ഞു, അക്ഷരങ്ങളുടെയും പറഞ്ഞു. അപ്പോൾ ഇവയെന്ന് സൂക്ഷ്മമായി പഠിക്കുക. എന്നിട്ട് അവിടുന്ന് അബുജദ്, ഹവ്വസ്, ഇനി ഹുത്തി, അത് കഴിഞ്ഞ് ഹുത്തി, ഹത്ത, ഹുത്തി, കലമൻ എന്നുള്ള ആ രീതിയിൽ ആ അക്ഷരങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ഓരോ അർത്ഥതലം എന്ത്, ഓരോ അക്ഷരങ്ങളുടെ ആശയതലം എന്താണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കാം. സലാം.